മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ മാത്രമല്ല, മകനും ഇപ്പോൾ EDയുടെ വലയിലാണ്. അങ്ങനെയുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. ആ കുടുംബം മുഴുവൻ സംശയത്തിൻ്റെ നിഴലിലാണ്. 2023 കാലത്ത് സ്വപ്ന സുരേഷിൻ്റെയും ലൈഫ് മിഷൻ്റെയും കേസുകളെല്ലാം കൂടി ഒന്നിച്ചു വന്ന സമയത്ത് ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു പുക മറയ പോലെയോ അല്ലെങ്കിൽ പുക പോലെയോ തീ പോലെയോ ഒക്കെ കേരളത്തിലാകമാനം ആളിക്കത്തിയ സംഭവമാണ്. എല്ലാവരും ഇപ്പോൾ മറന്നുപോയി. പക്ഷേ ഇതിൻ്റെ ED അന്വേഷണം വരുന്നു, CBI അന്വേഷണം വരുന്നു എന്നൊക്കെ കേട്ടതല്ലാതെ ഇതേക്കുറിച്ചുള്ള ഫോളോ അപ്പുകൾ എവിടം വരെ എത്തിയെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് യാതൊരു വിധമായ രൂപവുമില്ല. എല്ലാം ഒതുങ്ങി. അതിൻ്റെ പേരിൽ പ്രക്ഷോഭങ്ങളില്ല, പ്രക്ഷോഭങ്ങളും കെട്ടടങ്ങി. ഇപ്പോൾ ആളൊഴിഞ്ഞ അമ്പലം പോലെ ആയിരിക്കുകയാണ് ഈ കേസിൻ്റെ ഭൂമികകൾ എല്ലാം. എന്നിരിക്കെ വീണ വിജയന് വേറൊരു കേസിൽ CMRL കേസിൽ സമൻസ് കിട്ടിയതായിട്ട് നമുക്കറിയാം. ഒന്നല്ല, 2 ഏജൻസികളുടെ, EDയുടെ മാത്രമല്ല, കമ്പനി ഫ്രോഡ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും സമൻസ് കിട്ടുകയുണ്ടായി. മുഖ്യമന്ത്രി അങ്ങനെ പറയുമോ? എന്റെ കുടുംബത്തെ ED വേട്ടയാടുകയാണ്, മകനെയും മകളെയും എന്നെയും കുടുംബത്തെയും ഭാര്യയും എല്ലാം ED വേട്ടയാടുന്നു എന്ന് ഇരവാദം ഉന്നയിക്കുമോ? അല്ല, അതിനൊരു സാങ്കത്യമില്ലല്ലോ. EK നായനാരും മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മകനെ ആരും വേട്ടയാടിയിട്ടില്ലല്ലോ. VS അച്യുതാനന്ദൻ ഇരുന്ന സമയത്ത് പ്രതിപക്ഷമാണല്ലോ വേട്ടയാടിയത്. ഒരു പരാതിയും ഇല്ലാതെ അദ്ദേഹം ഇപ്പോഴും ഉണ്ടല്ലോ. പരാതികളൊന്നും തെളിയിക്കപ്പെടാതെ അദ്ദേഹം ഇപ്പോഴും ഉണ്ടല്ലോ. ശബരിമലയിൽ പോകുന്ന എല്ലാ വർഷവും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്തനായിട്ട്, അയ്യപ്പനായിട്ട് അദ്ദേഹം പോകാറുണ്ടല്ലോ. ഒരു കുഴപ്പവുമില്ലാതെ ജീവിച്ചു പോരുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമല്ലോ ഉണ്ടോ? അതൊന്നും ഒരു വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതിൽ എന്തെല്ലാം ചിലയിടങ്ങളിലെങ്കിലും ED പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ED പറയുന്നത് വാസ്തവം. പുക തീയില്ലാതെ പുക ഉണ്ടാവില്ല. ചാരം മൂടിക്കിടന്നാലും അതിനുള്ളിൽ കനൽ കാണും, അഴിമതി ഉണ്ടാവും. പക്ഷേ ചാരം കൊണ്ട് മൂടാൻ സമർത്ഥമായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ അദ്ദേഹം ഒരു ഡൽഹി സന്ദർശനം നടത്താറുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നതും കോൺഗ്രസ് ആരോപിക്കുന്നതും BJPയുമായിട്ടുള്ള ഒരു ഡീൽ നടക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ആ ഒരു ആരോപണം സത്യം ആക്കുന്ന വിധത്തിലാണ് ഈയിടെയും അദ്ദേഹം പോയി. അദ്ദേഹം അവിടെ പോയിട്ട് മോദിയെ കണ്ടു. ഡൽഹിയിൽ പോയിട്ട് മോദിയെ കണ്ടിട്ട് വളരെ തിരക്കേറിയ സ്കെഡ്യൂളാണ് ഇപ്പോൾ മോദിക്കുള്ളത്. അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റോമിനെ മുംബൈയിൽ വെച്ച് കണ്ടിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി സന്ദർശനത്തിൽ എത്തിയിരുന്നു. അതിനിടയ്ക്കൂടെ അപ്പോയിൻമെൻറ്റ് കണ്ടുപിടിച്ച് പിണറായി വിജയൻ പോയി കണ്ടു സംസാരിച്ചു. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വേണമെന്നാണ് പറയുന്നത്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. അത് ഓരോന്നും അനലൈസ് ചെയ്ത് പോകുമ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് അല്ലെങ്കിൽ 5 മാസം മുമ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 9 മാസം മുമ്പുമാണ്. അപ്പോൾ ബീഹാറിലെ പോലെ വമ്പിച്ചൊരു പാക്കേജിനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇവിടെ വികസിപ്പിച്ച് കണ്ടോ കേരളത്തിൻ്റെ നേട്ടമെന്ന് പറഞ്ഞ് ജനങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ വോട്ട് നേടാനുള്ള ഒരു ശ്രമം ആയിരിക്കണം. ഹീനമായ ഒരു ശ്രമമെന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റൂ. അതിപ്പോഴല്ല വേണ്ടിയിരുന്നത്. കേന്ദ്രവുമായിട്ട് സൗഹാർദ്ദത്തിൽ പോയി ഇരുന്നെങ്കിൽ നേരത്തെ തന്നെ ആവശ്യത്തിനുള്ള ഫണ്ട് അവരെ ബോധിപ്പിച്ച് നേടാം. അങ്ങനെയല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് സമൻസ് അയക്കുന്നത് പോലെ നിയമസഭയെ ഏകകണ്ഠമായിട്ട് അങ്ങോട്ട് പ്രമേയങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. സൗഹാർദ്ദ മനോഭാവത്തിൽ പോകാനല്ലല്ലോ ഉദ്ദേശം. അപ്പോൾ നിയമപരമായ വഴിക്ക് കേന്ദ്രം പോവും. നിയമത്തിനപ്പുറമുള്ള സഹായങ്ങൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും സൗഹൃദം ആവശ്യമാണ്. അതാണ് ഈ ഡബിൾ എൻജിൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ വസ്തുത. അതുതന്നെയാണ് അതിൻ്റെ വസ്തുത. നയതന്ത്രം വേണം. ആ നയതന്ത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. നമുക്ക് അർഹിക്കുന്നതിലധികം, അല്ലെങ്കിൽ അർഹിക്കുന്നത് മാത്രമേ കിട്ടൂ. പിന്നെ ഇങ്ങനെ വടക്കോട്ട് നോക്കി കേന്ദ്രം പോലെ അങ്ങോട്ട് നോക്കി പരാതി, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പരാതി നടക്കുക. ഇത് നേരത്തെ ആകാമായിരുന്നു. കാലഭൈരവൻ്റെയൊക്കെ ചിഹ്നവും ഒക്കെ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്മൂത്തായി. കാലഭൈരവൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഉദ്ദേശമെന്ന് അറിയത്തില്ല. ഭൈരവൻ കോലമാണ് കൊടുത്തിരിക്കുന്നത്. എന്തായി തീരുമാനം അറിയത്തില്ല. മോദി അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ലേലത്തിൽ വിൽക്കുകയുള്ളൂ. ഇല്ല, മജീഷ്യൻ മാൻഡ്രേക്കിൻ്റെ ഒരു പ്രതിമ, അർത്ഥകായ പ്രതിമ കൊടുത്തത് മൂലം പല കുടുംബങ്ങൾക്കും ഉണ്ടായ ദോഷങ്ങളെക്കുറിച്ചൊരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വല്ലതുമായി തീരുമോ? മോദിയുടെ സർവനാശത്തിന് വേണ്ടി കൊടുത്ത കാലഭൈരവനാണോ ഇതൊന്നും അറിയത്തില്ല. അതെന്ത് വാങ്ങിക്കോട്ടെ. മോദി ഒരു വിശ്വാസിയും പിണറായി ഒരു അവിശ്വാസിയുമാണ്. അത് നമ്മൾ അവിടെ വിടുക. അപ്പോൾ ഇവിടെ ഈ സമയത്തെല്ലാം പോയിട്ടിരിക്കുന്ന റെക്കോർഡ് സന്ദർശനമാണ്. 5 മന്ത്രിമാരെയാണ് കിട്ടിയിരിക്കുന്നത്. തലേദിവസം തന്നെ പോയിട്ട് ഗജേന്ദ്ര സിംഗ് ഷെയ്ഖാവത്ത് ടൂറിസം മന്ത്രിയെ, നമ്മുടെ ടൂറിസം മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് കണ്ടിരുന്നു. വിശദമായ ചർച്ചകൾ നടത്തി. കേരളത്തിൽ നടക്കുന്ന ടൂറിസം മേള, നടക്കാൻ പോകുന്ന ടൂറിസം മേളയിലേക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ വിളിച്ചു. എന്തൊരു സോപ്പാണോ ഇപ്പോൾ പെട്ടെന്നൊരു സോപ്പ് വന്നത്? സാധാരണ അങ്ങനെയൊന്നും വിളിക്കാറില്ല. കേന്ദ്രം നമുക്കൊന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് അവരെയൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ടായി ചടങ്ങുകളൊക്കെ നടക്കാറുള്ളത്.
സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ കണ്ടാൽ സ്മാർട്ട് സിറ്റിയുടെ സഹായം മുഴുവൻ കേന്ദ്രത്തിൽ നിന്ന് വന്നതാണ്. ഇവിടെ 2 മന്ത്രിമാർ തമ്മിലായിരുന്നു തർക്കം, ആരായിരിക്കണം അവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടത്. MP രാജേഷും മുഹമ്മദ് റിയാസും തന്നെ. മുഹമ്മദ് റിയാസ് തന്നെ അതിൽ വിജയിക്കുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഞാനത് ആനുഷംഗിക സാറ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഇപ്പോൾ നിലവിലൊരു ചെറിയ രാജ്യഭരണമാണ് നടക്കുന്നത്. അതെ അതെ അതെ, അതിനെ വെട്ടാൻ വേണ്ടിയാണ് ED ഇറങ്ങിയത്. അതെ അതെ അതെ. അവിടെ ഈ പറയുന്ന മകൻ, അതായത് വിവേക് കിരൺ എന്ന് പറയുന്ന പിണറായിയുടെ മകൻ, ക്ലിഫ് ഹൗസിൻ്റെ പേരിലാണ് ഈ കത്തുകൾ, സമൻസ് എല്ലാം വന്നത്. അദ്ദേഹം ആ സമയത്ത് അബുദാബിയിലായിരിക്കണം. നേരത്തെ അബുദാബിയിലായിരുന്നു. ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്നുള്ള വാർത്തകളൊന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ടും കുടുംബകാര്യങ്ങളൊന്നും അങ്ങനെ പുറത്തു വരാത്തത് കൊണ്ടും ക്ലിഫ് ഹൗസിൻ്റെ ഇരുമ്പുമറയിൽ നിന്ന് നമുക്കറിയില്ല. ഈ സമൻസിനൊന്നും കൊച്ചി ഓഫീസിൽ ഹാജരാവാൻ വേണ്ടിയാണ് ED സമൻസ് അയച്ചിരുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ സമൻസിനൊന്നും ഒരു പ്രതികരണവും ഈ മകനിൽ നിന്നുണ്ടായിട്ടില്ലെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതൊരു തരം ഡീലിലൂടെ അതില്ലാതാക്കി ഇരിക്കാനാണ് സാധ്യത. ഗൾഫിൽ നിന്ന് അദ്ദേഹം വന്നിട്ടുമില്ല, EDയെ പോയി കാണുകയും ചെയ്തിട്ടില്ല, ED ഗൾഫിലോട്ടൊട്ട് പോയിട്ടുമില്ല. ഇത്രയും കാര്യങ്ങൾ ശരിയാണ്. പിന്നെ എന്ത് സംഭവിച്ചു? 2023-ലാണ്. അതെ, അത് കഴിഞ്ഞാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതെ, അതാണ്. അവിടെയാണ് ഈ ഡീലിൻ്റെ സംശയം കൂടുതൽ രൂഢമൂലമായി തീരുന്നത്. അപ്പോൾ ആ ഡീല് എന്നുള്ള സംശയം അന്തരീക്ഷത്തിൽ നമ്മളത് ഡീല് നടന്നു എന്ന് പറയുന്നില്ല, പക്ഷേ ആ സംശയത്തിന് അല്ല, എന്ത് ഡീലുണ്ടായാലും ഈ കുടുംബത്തിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് സംശയമാണ്. കുടുംബത്തിൽ എല്ലാവരുടെയും പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെറുതെ ഒന്നും ആളുകൾ ഇങ്ങനെ ആരോപണങ്ങളുണ്ട്. സാഹചര്യ തെളിവുകളെല്ലാം ഉണ്ട്. പക്ഷേ സമർത്ഥമായിട്ട് ഇതിൽ നിന്ന് അതൊക്കെ ലാവ്ലിൻ കേസ് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അദ്ദേഹം ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതേസമയം ഇടമലയാർ കേസിൽ R ബാലകൃഷ്ണപിള്ള അഴി എണ്ണിയില്ലേ, കുറച്ച് ദിവസത്തേക്ക് ആണെങ്കിലും തലകറങ്ങി വീണില്ലേ. അഭിനയമാണോ അല്ലോ എന്ന് നമുക്കറിയത്തില്ലെങ്കിലും പോലീസിന് മുമ്പിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ സമർത്ഥമായൊരു ഡീൽ, ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റിയ ഡീൽ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഒരു ശരീരഭാഷ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം പോയിട്ട് പ്രധാനമന്ത്രിയുടെ മുമ്പിലൊക്കെ നിൽക്കുന്നത് ഇവിടെ ഈ പറയുന്ന ഇരട്ടച്ചങ്കൻ്റെ വാക്യങ്ങളിലൊന്നും അല്ല. ത്വാണ് തൊഴുതു വണങ്ങി പാദപൂജ അർപ്പിക്കുന്ന പോലെയും പിതൃപൂജ അർപ്പിക്കുന്നത് പോലെയും. ഇരട്ടച്ചങ്ക് വാളയാറിനപ്പുറം നാം കണ്ടിട്ടില്ലല്ലോ. വാളയാറിനപ്പുറം ഇരട്ടച്ചങ്ക് കണ്ടിട്ടില്ല. തന്നെയല്ല, മധ്യപ്രദേശിൽ അവിടെ ചെന്നപ്പോൾ ആ പരിപാടിക്കിടയിൽ നിന്ന് ഓടിപ്പോരുകയായിരുന്നു. കാരണം അവിടുത്തെ പ്രതിഷേധത്തെ തുടർന്നു മധ്യപ്രദേശുകാരുടെ. ഹിന്ദി ബെൽറ്റിൽ ചെന്നാൽ ഈ ഒന്നും ഉണ്ടാവില്ല, കാറ്റ് പോയ ബലൂൺ പോലെ ആയിരിക്കും. കൊടുത്തിരിക്കുന്ന ഭൈരവൻ തെയ്യം അത് കണ്ട് മോദി ഒട്ട് ഭയന്നതുമില്ല. വളരെ കൂളായിട്ട് അദ്ദേഹം അത് സ്വീകരിച്ചു. ഈ ഭൈരവൻ തെയ്യത്തിനെ തന്നെ ഇദ്ദേഹത്തിന് കൊടുത്തത് എന്താണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്നും എനിക്കറിയില്ല. തീർച്ചയായിട്ടും തെയ്യത്തിനെ തന്നെ, തെയ്യം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ഇപ്പോൾ ഭൈരവനാണ് പേരെങ്കിലും അത് ദൈവം തന്നെയാണ്. ചെഗ്വേരയുടെ ചിത്രം കൊടുക്കാത്തത് അതാണ് എനിക്ക് മനസ്സിലാവാത്ത. ചെഗ്വേരയുടെ ഒരു ചിത്രം കൊടുക്കുന്നതിന് പകരം ഇത് കൊടുത്തത്. ചെഗ്വേരയാണെങ്കിലും ഫെഡറൽ കാസ്ട്രോ, അവിടെ ഇപ്പോൾ അതെ ഫിദൽ കാസ്ട്രോ. അപ്പോൾ ഈ ഫോസിലുകൾ പോലെ വിറ്റഴിയുന്ന രൂപങ്ങളാണിതൊക്കെ. അത് കൊടുത്താലും മോദി വാങ്ങിക്കുകയും ചെയ്യും. അത് ലേലം വിറ്റ് ഗവൺമെൻറ്റിലേക്ക് ഫണ്ട് സ്വരുക്കൂട്ടുകയും ചെയ്യും. അങ്ങനെയാണ് അദ്ദേഹം പണം ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ സാധനത്തിന് നിലവിലെ സാഹചര്യത്തിലല്ലേ അയ്യപ്പന്റെ ഫോട്ടോയാണ് കൊടുക്കാനുള്ളത്. അയ്യപ്പന്റെ പ്രതിമയാണ് നിലവിൽ പിണറായി കൊടുക്കേണ്ട ആവശ്യകത. അയ്യപ്പ സംഗമം കഴിഞ്ഞ് ആ വേദിയിൽ തന്നെ പിണറായിക്ക് അയ്യപ്പന്റെ വിഗ്രഹം അവർ സമ്മാനിച്ചു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണോ ഇത് കൊടുത്തതെന്ന് എനിക്ക് സംശയം. കാരണം ശബരിമലയിലേക്ക് അദ്ദേഹം വരാൻ ഇങ്ങനെ തിരക്ക് കൂട്ടിയിരിക്കുകയാണ്. ഈ കൊള്ള നടക്കുന്ന സ്ഥലമൊന്ന് കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ച് വരാൻ പോവുകയാണ്. അപ്പോൾ മോദിയുടെ സാന്നിധ്യം അവിടെ മാത്രമല്ല, ഇനിയും അങ്ങോട്ട് അയോധ്യയിലുണ്ടായതുപോലൊരു സാന്നിധ്യം ഇവിടെ ആവശ്യമായിട്ട് വരും എന്നാണ് തോന്നുന്നത്. ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ പണ്ട് പരീശന്മാരെയും അതുപോലെ തന്നെ ചുങ്കക്കാരെയും ഒക്കെ യെരുശലേമിലെ പള്ളിയിൽ നിന്ന് യേശുക്രിസ്തു പുറത്താക്കിയതുപോലെ ചാട്ടവാറെടുത്തും കൊണ്ട് മോദി ഒന്ന് വരേണ്ടി വരും. ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും തീവട്ടിക്കൊള്ളക്കാരെയും അതിൻ്റെ കൊള്ളത്തലവന്മാരെയും എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ഉള്ള ആൾക്കാരെയൊക്കെ പുറത്താക്കാൻ വേണ്ടി ചമ്മട്ടിയുമായിട്ട് യേശുക്രിസ്തുവിനെ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ വളരെ രൂക്ഷമാണ് അവിടുത്തെ സ്ഥിതി. ഇങ്ങനെയുള്ള പവിത്രമായ സ്ഥാനങ്ങളിൽ നിന്നും മോഷണം നടത്തിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കുന്തം, കുടച്ചക്രം, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി എന്നും പറഞ്ഞ് അങ്ങ് ഞെളിഞ്ഞ് നടക്കുകയാണ് ഓരോരുത്തന്മാർ. നാണമില്ലേ ഇവർക്ക്? അധികാരത്തിൽ വന്ന് രാജിവെച്ചുകൂടെ? തൊലിക്കട്ടി അപാരം തന്നെ. എന്നിരുന്നത് കോടതിയുടെ അതേ നിലപാടാണ് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് തന്നെ കോടതിയുടെ അതേ നിലപാട് വരുന്നത്, വൃത്തികേട് പറയുന്നത്. ഭരണഘടന അനുസരിച്ച് കോടതിക്കുള്ള സ്ഥാനമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഈ കള്ളത്തരം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ്. കള്ളന്മാരോടൊപ്പം നിങ്ങൾ ആ മോഷണം മുഴുവൻ നടത്തിയിട്ട് കോടതിയുടെ നിലപാടാണ്.
ആ കാര്യത്തിൽ അതിൻ്റെ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് കൊണ്ടാണ് ഇപ്പോൾ കോടതി അന്വേഷണം നടത്തുന്നത്. 2 ഇടത്താണ് കോടതി നിങ്ങളെ ആക്ഷേപിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്, ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ കള്ളന്മാരെ സഹായിക്കുന്ന നിലപാട് ഉണ്ടായിട്ടുണ്ടെന്ന് വിധിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയാം, ദേവസ്വം ബോർഡ് ഞങ്ങളെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇംഗ്ലീഷിലാണ് വിധി. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ? അതോ വിധി വായിക്കാൻ സമയമില്ല ഞാനാണോ? ഇതാര് വിശ്വസിക്കും? ദേശാഭിമാനി വിശ്വസിക്കും, കൈരളി ചാനലും വിശ്വസിക്കും, ജനങ്ങൾ വിശ്വസിക്കില്ല. വിധി പകർപ്പൊക്കെ ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ലഭ്യമാണല്ലോ, പലരും വായിച്ചിട്ടുണ്ട്. ദർ വാസ് ഡിസ്ക്രിപ്പൻസി എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദി പാർട്ട് ഓഫ് ദി ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാണമുണ്ടെങ്കിൽ ആ നിമിഷം രാജിവെക്കേണ്ടതാണ്, മന്ത്രി ഉൾപ്പെടെ, ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ, കംപ്ലീറ്റ് ബോർഡ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.